ഇന്ന് നമ്മുടെ പട്ടായയിലെ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ നമ്മൾ പട്ടായയിൽ ഫസ്റ്റ് ഡേ വന്ന് 4 മണിക്ക് നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തായിരുന്നു. അതിനുശേഷം വൈകിട്ട് നമ്മൾ പട്ടായ നൈറ്റ് ലൈഫ് ഒക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പട്ടായയുടെ നൈറ്റ് ലൈഫ് ഞാൻ ഇന്നലത്തെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ പട്ടായ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും പട്ടായയിൽ നമ്മൾ ഇന്നും നാളെയും കൂടെ ഉണ്ട്. നാളെ ആയിരിക്കും നമ്മൾ പട്ടായയിൽ നിന്ന് പോകുന്നത്. ഇന്ന് നമ്മളൊരു ഐലൻഡിലോട്ടാണ് പോകുന്നത്. പോകുന്ന ഐലൻഡിൻ്റെ പേരാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ സ്പീഡ് ബോട്ടിൽ കോഹ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡിലോട്ട് പോവുകയാണ്. ഒരു കോറൽ ഐലൻഡാണ്. അവിടെ നമുക്ക് അവിടുന്ന് തന്നെയാണ് ലഞ്ചും. അതിനുശേഷം അവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. സ്നോർക്കലിംഗ് ഉണ്ട്, ബനാന ബോട്ടുണ്ട്, സീ വോക്കിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കവിടെ ചെന്നിട്ട് കാണാം. ശരിക്കും എന്താണ് അവിടെ ഉള്ളതെന്ന് കാണാം. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ അൽക്കാസർ ഷോ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് വരുന്നതായിരിക്കും. ഇന്ന് വൈകിട്ട് നമ്മൾ പട്ടായയിൽ പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് പോകാൻ വെക്കണം. നമ്മൾ പട്ടായയിലെ കോറൽ ഐലൻഡിലോട്ട് പോവാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ പല ഇതുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഒരു നമ്പർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഗ്രൂപ്പ് 2 ആണ്. ഈ ചരട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗ്രൂപ്പിലാണെന്ന് അവർക്ക് മനസ്സിലാൻ വേണ്ടി നമ്മളിതുപോലെ ലൈനായിട്ട് പോയി അവിടെ നിന്നാണ് നമ്മുടെ സ്പീഡ് ബോട്ട് കയറി നമ്മൾ അപ്പുറത്തോട്ട് പോകുന്നത്. ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു തൊപ്പി കൈ കരുതണം. വാ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേ. ഇവിടുന്ന് ഏകദേശം 6 കിലോമീറ്ററാണ്. ഞാൻ നെറ്റിൽ കണ്ടത് കേട്ടോ. 6 കിലോമീറ്ററാണ് ദ്വീപിലോട്ട്. അപ്പം ദ്വീപിൽ ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മളും പോകുന്നത്. അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടിലോട്ട് കയറാൻ പോവാണ്. നിങ്ങൾ ആ ഫ്രണ്ടിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഒത്തിരി പേര് അവിടെ സ്കാം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. പ്രൈസിൻ്റെ കാര്യത്തിൽ 250, 150, 50. ഇപ്പം നമ്മളിവിടുത്തെ ലോക്കൽസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് പ്രൈസും കാര്യങ്ങളും അറിയത്തില്ല. അപ്പം നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് നല്ലൊരു ഏജൻസി ത്രൂ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ട്. ഏജൻസി ത്രൂ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഞങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം വീഡിയോയ്ക്കകത്ത്. ഏറ്റവും ഇപ്പോഴുള്ള കുറച്ച് ലോക്കൽ നല്ല ഏജൻസികളുടെ. ഇതാണ് സ്പീഡ് ബോട്ട്. ഇവിടുത്തെ സ്പീഡ് ബോട്ടിന് റേറ്റ് കൂടുതലും. സ്ലോ ബോട്ടുണ്ട്. സ്ലോ ബോട്ടിന് റേറ്റ് കുറവാണ്. ചെറിയ ബോട്ടുകളെല്ലാം സ്പീഡ് ബോട്ടുകളാണ്. ഇത് എല്ലാവരും സാധാരണ ഡ്രസ്സ് ഇടുമ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത് എന്തെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. കാണുന്നതല്ല, ഭയങ്കര ചൂട് ക്ലൈമറ്റ് ആട്ടോ. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല ലോങ് ക്യൂ ആട്ടോ. ഇത് കണ്ടോ, ഈ ലോങ് ക്യൂ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ നല്ല റൈറ്റ് ആയിട്ടുള്ളൊരു ഏജൻറ്റ് ത്രൂ വരാൻ ശ്രമിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അധികം ക്യൂവിൽ നിൽക്കാതെ പെട്ടെന്ന് തന്നെ വരാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് നിർത്തിയിരിക്കുന്ന സ്പോട്ട് പാരാസെയിലിങ്ങിന്റെ ഒരു സ്റ്റോപ്പാണ്. ഇവിടെ പാരാസെയിലിംഗ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇറങ്ങാം. ഇവിടെ പാരാസെയിലിങ്ങിന്റെ ആക്ടിവിറ്റിയുള്ള സ്ഥലം. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ പരിപാടി എന്ന് വെച്ചാൽ ഈ പുള്ളി നമുക്ക് എങ്ങനെ ഇതിന്റെ ക്ലാസ് എടുത്ത് തരും, എങ്ങനെയാ പാരാസെയിലിംഗ്, എത്ര കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ ഏരിയ ഫുൾ പാരാസെയിലിംഗ് കേട്ടോ. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓരോ എനിക്കൊരു 10 സെക്കൻഡിലും ആൾക്കാർ പാരാസെയിലിംഗ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പായിരുന്നു ഇത്. ഇവിടെ നമുക്ക് ക്ലാസ് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അവരെടുത്തൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഇതേ അവിടെ ഒരു ദൂരെ ഒരു മൗണ്ടൻ കണ്ടോ, അത് ഏകദേശം ഇവിടെ നിന്ന് 20 കിലോമീറ്റർ മാറിയെന്നാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ആക്ടിവിറ്റിയാണ് ഇത് ഈ കാണുന്ന പാരാസെയിലിംഗ്. ഇതിന് 1600 ബാത്താണ് വരുന്നത്. ചെയ്യേണ്ടവർക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് മസ്റ്റ് എക്സ്പീരിയൻസ് ആണോ ഇല്ലയോ നമുക്കറിയത്തില്ല. നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഐലൻഡിലോട്ട് പോകണം. ഞങ്ങൾ ആദ്യം ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ പാരാസെയിലിംഗ് കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നിട്ട് ഞങ്ങൾ 2 പേരും പാരാസെയിലിംഗ് ചെയ്തു. ഏകദേശം 2 പേർക്ക് കൂടെ 1600 ആയത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പയ്യെ പറഞ്ഞു തരാം. വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. മാക്സിമം കിട്ടുന്ന ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ തരാം. നമ്മൾ ഇവിടെ ആക്ടിവിറ്റിയുടെ സ്ഥലത്ത് നിന്ന് നമ്മൾ നേരെ ഇനി ഐലൻഡിലോട്ട് പോകണം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഓരോ ആക്ടിവിറ്റിയും ചെയ്യുന്നില്ലെന്ന് ആദ്യം വിചാരിച്ച്, പക്ഷേ എല്ലാവരും ചെയ്യുന്ന കണ്ടപ്പം ഭയങ്കര ആഗ്രഹം തോന്നി. ഞങ്ങൾ 2 പേരും പാരാസെയിലിംഗ് ചെയ്തു. അതിൻ്റെ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അവരെന്ത് ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കെട്ടുവാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ വരുവാണെങ്കിൽ പാരാസെയിലിംഗ് ഒന്ന് ട്രൈ നോക്കും. പല ഏജൻസികൾക്ക് പല റേറ്റാണ്. നമുക്ക് ഒരാൾക്ക് 800 രൂപയാണ് ആയത്. ചിലർക്ക് 400 രൂപയ്ക്ക് കിട്ടിയവരുണ്ട്. ഓരോ ഏജൻസി തിരിച്ച് മാറും.
അപ്പം നിങ്ങൾക്ക് നല്ല റേറ്റ് കുറച്ചുള്ള ഏജൻസി വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. നമ്മളിത് കോറൽ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഈ ചുറ്റും കാണുന്നത് ഒരു ഐലൻഡ്. അവിടുന്ന് നമ്മുടെ പട്ടായ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പോലും പറ്റാത്ത ദൂരത്തിൽ അപ്പുറമാണ് പട്ടായ. ഇപ്പം കാണാൻ പറ്റത്തില്ല, ഏകദേശം 10 കിലോമീറ്ററോളം മാറിയാണ്. നമ്മളിപ്പോൾ ഒരു ബോട്ടിൻ്റെ അകത്ത് നിൽക്കുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ബോട്ട് കാണാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കുറേ ബോട്ടുകളുണ്ട്. ഓരോന്നിൽ ഓരോ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുക, ഓരോ ഏജൻസികളുടെയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ വരുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. എടുക്കുന്ന ഏജൻസീസ് ഒത്തിരി പേര് ഇവിടെ ഒന്ന് പറ്റിക്കപ്പെടുന്നുണ്ട്, ഒത്തിരി പേര്. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഏജൻസി, ഞാൻ കുറച്ച് ഏജൻസികളുടെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി തരുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. ഭയങ്കര രസമാണ് ഇത് കാണാൻ തന്നെ. ഈ ഐലൻഡിലൂടെ നമുക്ക് ഒത്തിരി ഇപ്പം ഒരു ആക്ടിവിറ്റി ഉണ്ട്, അണ്ടർ സീ വാക്കിംഗ്. ഈ ബോട്ടിൽ കയറുന്നു. ഞങ്ങളത് ട്രൈ ചെയ്തില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി പാരാസൈലിംഗ് എല്ലാം ചെയ്തു മടുത്തിരിക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ട്രൈ ചെയ്തില്ല. അടുത്ത പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യും. നമ്മൾ പോയവരോടൊക്കെ എക്സ്പീരിയൻസ് വെച്ചപ്പം അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഈ ബോട്ടിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ ഒരു സ്ഥലത്തോണ്ട് ഇറക്കും കടലിൻ്റെ അടിയിൽ. നമുക്കൊരു ഓക്സിജൻ ഹെൽമെറ്റൊക്കെ തന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് കടലിൻ്റെ അടിയിൽ കൂടെ ഒരു 5 മിനിറ്റ് നടക്കാം, ഫോട്ടോയൊക്കെ എടുക്കാം. ഇവിടെ എനിക്കൊന്ന് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, നമുക്ക് ഒത്തിരി മലയാളീസ് വരുന്നുണ്ട്, ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങൾ ഇവിടുന്ന് നേരെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ പട്ടായ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ കണ്ണിന് പോലും കാണാൻ പറ്റാത്ത ദൂരത്തിലാണ്. ശരിക്കും ഇവിടെ വരുന്ന ആ ബോട്ട് എക്സ്പീരിയൻസ് മസ്റ്റ് ട്രൈ ആണ്. ഏതായാലും നമ്മളിവിടെ കുറേ നേരം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇനിയും നിങ്ങൾ ഇവിടെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ പട്ടായയിൽ ഈ കോറൽ ഐലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ ലോക്കലായിട്ടുള്ള ടാക്സി കാര്യങ്ങളുണ്ട്. അതിൽ ചീപ്പായിട്ട് എങ്ങനെ ട്രാവൽ ചെയ്ത് ഫുൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോറൽ ഐലൻഡിലാണ്. പട്ടായയിലെ ഫേമസ് ആയിട്ടുള്ള ഐലൻഡാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ചൂടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, അവിടെ ബോട്ട്, ഞാൻ ആദ്യം കാണിച്ച ഷോട്ടിൽ ബോട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി നടക്കുന്ന വെള്ളത്തിലോട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വിമ്മിങ് സ്യൂട്ടൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ സ്വിം ചെയ്യാൻ പറ്റും. അതുകൂടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. സ്വിമ്മിങ്, ബനാന ബോട്ട്, അതായത് നമ്മളെ അവരൊരു ബോട്ടിൽ കൊണ്ടിട്ട് മറിച്ച് വെള്ളത്തിലിടുന്ന. വലിയ ആഴമില്ലാത്തതുകൊണ്ട് എല്ലാ പ്രായക്കാർക്കും ഇവിടെ ഇറങ്ങാൻ പറ്റും. നമ്മളേതായാലും ഇറങ്ങുന്നില്ല, കാരണം നല്ല വെയിലാണ്. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സും ഇല്ല. നമ്മൾ ഇറങ്ങുന്നത്, നമ്മൾ ബാക്കിയെല്ലാം എൻജോയ് ചെയ്തു. ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ. ഇനി നമുക്ക് സിറ്റി ടൂറൊക്കെ ഉണ്ട്, എല്ലാം ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് ബാക്കിയെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴില്ലേ ഒരു ഷോപ്പിൽ കയറി എന്തെങ്കിലും ജ്യൂസ് കുടിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ചുമ്മാ ഇവിടെ എല്ലാവരും കുടിക്കുന്നതാണെന്ന് ട്രൈ ചെയ്തത്. ഇവിടുത്തെ മാംഗോ സ്മൂത്തി, ഇതിപ്പോൾ സീസണിലായതുകൊണ്ടാകത്തില്ല, ഭയങ്കര ടേസ്റ്റ്. നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്യണം. ഞങ്ങൾ വേറൊരു വാട്ടർമെലോൺ ട്രൈ ചെയ്തു, പക്ഷെ അത് ഫ്ലോപ്പായിരുന്നു. മാംഗോ സ്മൂത്തി അടിപൊളിയായിരുന്നു. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ ഭയങ്കര തിക്കാണ്. ഇവിടെ ആ മാംഗോയുടെ ക്വാളിറ്റി കാണിച്ചു തരാം. നല്ല തിക്കായിട്ടുള്ള സ്മൂത്തി. നിങ്ങൾ എൻ്റെ കയ്യിൽ കണ്ടോ? പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ടാറ്റു പോലെ തോന്നത്തില്ല, എന്തായാലും ചിലർക്കില്ലേ തോന്നാം. പക്ഷെ നമ്മളിത് പാരാസൈലിങ്ങിന് വേണ്ടി പോയപ്പോൾ നമ്മളെ മാർക്ക് ചെയ്തത് ബോട്ടിങ്ങിന് വേണ്ടിയുള്ള മാർക്ക്. അപ്പം ഇത് വെച്ച് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏത് ടീമിലാണ് നമ്മൾ എന്നുള്ളത്. അപ്പം എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ ഒരു ചരടും കാണാം, ഇതും കാണാം. ഇത് നമ്മുടെ ഈ ടീമിലാണ്. ഇത് വെച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മുടെ ടീം. നമ്മളിപ്പോ ബീച്ചിന്റെ ആ ക്രൗഡഡ് ഏരിയയിൽ നിന്ന് മാറി കുറച്ച് ഉള്ളോട്ട് സ്കൂട്ടറിനെ റെന്റ് ചെയ്യാന്ന് പറഞ്ഞത് 300 ബാത്താണ് ഒരു മണിക്കൂർ. അധികം ക്രൗഡഡ് അല്ലാത്തൊരു ബീച്ച്. അത്രയും നേരത്തെ ഉള്ള ബീച്ചിൽ അത്രയും ക്രൗഡഡ് അല്ല. ഒരു കഫ്റ്റീരിയ ഇതിന്റെ അകത്താന്ന് തോന്നുന്നു. കഫ്റ്റീരിയ കാണുന്നില്ല ഇപ്പം. ഇതാണ് കഫ്റ്റീരിയ. വ്യൂ അടിപൊളി കേട്ടോ. എന്നാ വലിയ ചൂടുമില്ല, നല്ല കാറ്റുമുണ്ട്, എല്ലാം കാണുകയും ചെയ്യണേ.
അതാണ് പട്ടായ. ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന ഐലൻഡ്. കാണുമ്പോൾ ഒരു ദൂരം ഇല്ലെങ്കിൽ ഏകദേശം 10 കിലോമീറ്റർ അടുത്ത് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ വണ്ടി. ഏറ്റവും ചീപ്പായിട്ട് ഇവിടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ റേറ്റൊക്കെ ഉള്ളൂ, 100 താഴെ. സ്കൂട്ടർ എടുക്കുകയാണെങ്കിൽ റേറ്റ് കൂടുതലായിരിക്കും. ടാറ്റയ്ക്കാണ് ഇപ്പോൾ ചീപ്പായിട്ട് നോക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കോർലെ ഐലൻഡിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് റൂമിൽ പോയി റെസ്റ്റ് എല്ലാം എടുത്ത് ഇപ്പോൾ 8 മണി. ഇപ്പോൾ നമ്മൾ തിരിച്ച് അൽക്കസാർ ഷോ കാണാൻ വേണ്ടി വന്നിരിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതിനെപ്പറ്റി കേട്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. 8 മണിക്ക് നമ്മുടെ ഷോ, 1 മണിക്കൂറാണ് ഷോ ഉള്ളത്. ഇത് നമുക്ക് ഫ്രീ ആയിട്ടാട്ടോ ഇതിൻ്റെ ടിക്കറ്റ് കിട്ടിയത്. അത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഏജൻസി പോലെ ഇരിക്കും. നമ്മൾ ചൂസ് ചെയ്ത ഏജൻസി ഇത് ഫ്രീ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ അൽക്കസാർ ഷോ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിവിടെ ക്യാമറ നല്ലതല്ല, പക്ഷെ ഞാൻ പറ്റുന്ന അത്രയും കവർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കാണിക്കും. നല്ല രസമായിരുന്നു. നിങ്ങൾ തായ്ലൻഡിൽ പട്ടായ വരുവാണെങ്കിൽ നിങ്ങൾ ഈ ഷോ മസ്റ്റായിട്ടൊന്ന് കാണണം. ഇവരുടെ ട്രഡീഷൻ്റെ ഭാഗമായിട്ടുള്ള ഷോ ആണ്. നല്ല രസമായിരുന്നു. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് കാണണേ. ഇന്ന് പട്ടായയിലെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ അൽക്കസാർ ഷോ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഏകദേശം 9 കാലമായി. 9 കാലം കഴിഞ്ഞിട്ട് നമ്മളിനി പട്ടായ സിറ്റി ഫുൾ, ഇവിടുത്തെ മാർക്കറ്റ് എല്ലാം ഒരു 8 മണി കഴിയുമ്പോൾ ഫുൾ ഓപ്പൺ ആവും. ഭയങ്കര രസമാണ്. കുറേ കാര്യങ്ങളുണ്ട് പറയാൻ. പട്ടായ നൈറ്റ് ലൈഫിനെ പറ്റി വേറൊരു വീഡിയോ, പല സ്ട്രീറ്റുകളുണ്ട്, ഇതിനെപ്പറ്റി എനിക്കറിയാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആകെ 2 ദിവസമാണ് പട്ടായ നൈറ്റിൽ കിട്ടിയത്. ഒത്തിരി ഉണ്ട്, ചെറിയ സ്ഥലമാണെങ്കിൽ ഒത്തിരി ഉണ്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. അതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇന്നത്തോടെ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പട്ടായയുടെ നൈറ്റ് ലൈഫ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. താങ്ക് യു.